ഹലോ, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ സാമ്പാർ വെക്കാൻ വേണ്ടിയിട്ട് പരിപ്പെല്ലാം എടുത്ത് വെച്ചിട്ടില്ല കേട്ടോ. ഇന്നൊരു സാമ്പാർ വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് ചോറിന് കറി സാമ്പാറാണ്. പിന്നെ എന്തെങ്കിലും ഒരു ഉപ്പേരിയും പിന്നെ മീനും ഉണ്ട്. മീൻ വറക്കും എന്തെങ്കിലും ചെയ്യാമെന്ന് വെച്ചിട്ട് നത്തലില്ലേ നമ്മളെ, അതുണ്ട്, അത് വറക്കാം. അങ്ങനെ വേഗം പരിപ്പെല്ലാം കഴുകിയിട്ട് കുക്കറിലിട്ടിട്ട് ഈ പരിപ്പ് ലേശം വേകാനുണ്ടല്ലോ ഈ പരിപ്പിന്. അപ്പോൾ വേഗം അത് പിന്നെ കഴുകി കുക്കറിലിടട്ടെ. വേഗം വേകാനാക്കട്ടെ. അപ്പോഴത്തേക്ക് നമ്മൾ കഷ്ണമെല്ലാം എടുത്ത് വെക്കണം. അത്ര കഷ്ണം കഷ്ണമൊന്നുമില്ല, എന്നാലും വെണ്ടക്കയും ഉരുളക്കിഴങ്ങും തക്കാളിയും അങ്ങനെ ഉള്ളിയും അങ്ങനെയുള്ളത്. പിന്നെ ചെറിയൊരു വഴുതിനങ്ങയുണ്ട്. അങ്ങനെ അതെല്ലാം കൂട്ടിയിട്ട് വഴുതിനങ്ങ സാമ്പാറിലിട്ടാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. കൂട്ടുന്നവരാണെങ്കിലേ ചില ആൾക്കത് ഇഷ്ടപ്പെടില്ല. അങ്ങനെ ലേശം മഞ്ഞൾപ്പൊടിയും ഇട്ട് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഉപ്പിട്ട് അടുപ്പത്ത് വെക്കാം. ഇപ്പോൾ ഇവിടെ തേങ്ങ അരച്ചിട്ടൊന്നും സാമ്പാറായിരിക്കും അങ്ങനെ വേണ്ട കേട്ടോ. വറുത്തരച്ചിട്ടും വേണ്ട, പച്ച തേങ്ങ അരച്ചിട്ടൊന്നും. തേങ്ങ അരച്ച കറി സ്വതമേ വലിയ ഇഷ്ടമല്ല. അപ്പോൾ പിന്നെ ഞാൻ എന്ത് ചെയ്യും, വെറും പൊടി മാത്രം ഇട്ടിട്ടാണ് സാമ്പാർ വെക്കൽ. സാമ്പാർ പൊടി മാത്രം ഇട്ടിട്ട് വെക്കും. അങ്ങനെ ലേശം വെള്ളം ഒഴിച്ച് നമുക്കിത് അടുപ്പത്ത് വെക്കാം. അതപ്പോഴത്തേക്ക് കടന്ന് റെഡി ആകുമ്പോഴത്തേക്ക് നമ്മൾ കഷ്ണമെല്ലാം മുറിച്ചിടാം. അപ്പോൾ ഇങ്ങനത്തെ എന്താ പറയുക, എല്ലാവർക്കും ഇഷ്ടപ്പെടുമോയെന്നറിയില്ല. ഈ അടുക്കളപ്പണിയും ഇതെല്ലാം ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്കും ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അതായിരുന്നു വെന്ത് വരട്ടെ. അപ്പോഴത്തേക്ക് നമുക്ക് നമ്മളെ കഷ്ണമെല്ലാം മുറിച്ചിടാം. അങ്ങനെ ലേശം കുറച്ച് പുളി എടുത്തിട്ട് ഞാൻ അവിടെ പുതിർത്തിട്ടുണ്ട്. അപ്പോൾ ലേശം പുളിയെടുത്ത് പുതിർത്തു. ബാക്കി ഇതാ നമ്മളെ കഷ്ണങ്ങളെല്ലാം ഇവിടെ മുറിച്ചിടാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. വെണ്ടയ്ക്കയുണ്ട്, ക്യാരറ്റ്, തക്കാളി, ഉള്ളി എടുത്ത് വെക്കണം. എത്ര ഉള്ളി മറന്നുപോയി എടുത്ത് വെക്കാൻ. അപ്പോൾ വഴുതനങ്ങയും ഒരു ഉരുളക്കിഴങ്ങും പച്ചപ്പറങ്കിയും ഉണ്ട് അതിൽ. അങ്ങനെ ഇത് ഉരുളക്കിഴങ്ങും ക്യാരറ്റും ഞാൻ മുറിച്ചിട്ടു. അത് പരിപ്പ് വന്നിട്ടാകുമ്പം പിന്നെ നമുക്ക് വേഗം അതിൻ്റെ അകത്തേക്ക് ഇട്ടിട്ട് ഒന്ന് പിന്നെ ഒരു വിസിൽ വരാൻ ആക്കിയാൽ മതിയല്ലോ. പിന്നെ വെണ്ടയ്ക്കയും തക്കാളിയും വയ്യിട്ട് കൊടുത്താൽ മതിയല്ലോ. അപ്പോഴത്തേക്ക് നമ്മളെ പരിപ്പെല്ലാം ഇവിടെ വെന്ത് വന്നു കേട്ടോ. അപ്പോൾ വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഇതിനകത്തേക്ക് ക്യാരറ്റും ഉള്ളിയും ഉരുളക്കിഴങ്ങിലും ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒരു വിസിൽ വന്നിട്ടാകുമ്പോൾ നമുക്ക് പിന്നെ ബാക്കിയില്ലേ കഷ്ണം ഇട്ട് കൊടുക്കുക. ഇത് ഞാൻ എല്ലാ കഷ്ണവും എല്ലാം മുറിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഉള്ളിയും ഉരുളക്കിഴങ്ങും ക്യാരറ്റും കൂടി അതിൻ്റെ അകത്ത് ഇടുവന്ന് ലേശം പറങ്കിപ്പൊടിയും എല്ലാം ഇട്ടിട്ട് നമുക്ക് മല്ലിപ്പൊടിയും പറങ്കിപ്പൊടിയും ഇട്ടൊന്ന് വേവിച്ചെടുക്കാം. ഒരു വിസിലേ വരണ്ടു, അപ്പോഴത്തേക്ക് തന്നെ വെന്ത് വന്നോളൂ. പിന്നെ എല്ലാവരും ഓരോ നാട്ടിലും ഓരോ തരത്തിലായിരിക്കുമല്ലോ സാമ്പാറെല്ലാം വെക്കുന്നത്. ചില ആൾ ഓരോ രീതിയിലായിരിക്കും വെക്കുന്നുണ്ടാവില്ല. അപ്പം നമ്മൾ തന്നെ വെക്കുമ്പം പിന്നെ ചില സമയത്ത് വേറെ രീതിയിലായിരിക്കും. അങ്ങനെ പലതും പലതരത്തിലല്ലേ നമ്മൾ പിന്നെ വെക്കുന്നത്. പക്ഷെ എന്ത് കറി നമ്മൾ കുറച്ച് കഷ്ണവും കുറച്ച് ഇതുമായിട്ടും വെച്ചാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. പാട് വെക്കുന്നതിനെക്കാട്ടി നമ്മൾ ലേശം നല്ല തൊടുകറി പോലെ ലേശം വെച്ചാൽ നല്ല ടേസ്റ്റാണ് എന്തും. ഇപ്പം 2 ദിവസമായിട്ട് ആദ്യം നല്ല തണുപ്പെല്ലാം വന്നിട്ടുണ്ട്. പുറത്തിറങ്ങിയാൽ നല്ല ചൂടും പിന്നെന്ന് പറഞ്ഞാൽ നല്ല തണുപ്പും. വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് നല്ല തണുപ്പും രാവിലെയും വൈകുന്നേരമെല്ലാം. അപ്പം നമുക്കെല്ലാം ജലദോഷവും തലവേദനയെല്ലാം വന്നിട്ട് ലേശം ഭയങ്കര ചുമയുണ്ടായിരുന്നു. അതെല്ലാം വന്ന് ലേശം നിന്നതിനത്ര. അപ്പം ഞാനിത് അതിനകത്ത് പൊടികൾ ഇട്ട് ഒരു ലേശം കൂടി ഉപ്പിട്ടിട്ട് നമ്മൾ വേവിക്കാൻ വെക്കും. ഈ സാമ്പാറിൻ്റെ ഇതൊന്നും ആയിരിക്കും പറഞ്ഞു തരണ്ട. എന്നാലും ഞാൻ വെക്കുന്ന ഇതൊന്ന് കാണിച്ചേക്കാന്ന് വിചാരിച്ചിട്ടാണ്. വീഡിയോ എന്തെങ്കിലും ഇടണ്ടേ. അപ്പോൾ ഇത് അടുപ്പത്ത് നിന്ന് അത് വെന്തെല്ലാം വരുമ്പോഴത്തേക്ക് ഞാൻ ഉപ്പേരിക്കെല്ലാം മുറിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഉപ്പേരിയെല്ലാം എൻ്റെ ഏകദേശം റെഡി ആയിന്. ഉപ്പേരി മീൻ അതെല്ലാം ഞാൻ പിന്നെ വറുത്ത് വെച്ചു. ഇനി വേഗം കറിയും കൂടി ആയാൽ മതി. അപ്പോഴത്തേക്ക് ലേശം പാത്രം പിടിക്കാനെല്ലാം ഉണ്ടായിന്. അതെല്ലാം പാത്രമെല്ലാം കഴുകി വെച്ച് രാവിലെ ചായ കുടി എന്ന് പറഞ്ഞിട്ട് രാവിലെ ചായ കുടിയെല്ലാം കഴിഞ്ഞ് ആ തിരക്കെല്ലാം പിന്നെ കാണിച്ചിട്ടേ ഇല്ല. രാവിലെ ചായ കുടി അധികം ഞാൻ രാവിലത്തെ പിന്നെ ചായ കുടിക്കുന്നതും ചായേൻ്റെ തിരക്കെല്ലാം കാണിക്കൽ. ഇന്ന് പിന്നെ അതെല്ലാം അവിടെ കഴിഞ്ഞ് ചോറെല്ലാം അതിനെ വന്നേ പിന്നെ ഞാൻ വിചാരിച്ചെന്നാൽ വീഡിയോ എടുത്തൊക്കെ പശുവിനെല്ലാം കൊണ്ട് കെട്ടി വന്നേ പിന്നെ ഞാൻ വിചാരിച്ചെന്നാൽ പിന്നെ ചോറെല്ലാം എല്ലാം ആയി. സാമ്പാറേ വെക്കണ്ട്, ബാക്കി ഉപ്പേരിയും എല്ലാം ആയിനി. അപ്പോൾ ഇത് ഒന്ന് വീഡിയോ എടുത്തൊക്കെ ഇഷ്ടപ്പെടുന്നവരുണ്ട് കണ്ടോട്ട് വിചാരിച്ചിട്ടാണ്. അങ്ങനെ പാത്രം കഴുകലും എല്ലാം കഴിഞ്ഞു.
ഇപ്പോഴത്തേക്ക് നമ്മളെ സാമ്പാറെല്ലാം ഇതാ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാം ഒന്നും കൂടെ തിളക്കട്ടെ. വെണ്ടയ്ക്കയും വഴുതനങ്ങയും തക്കാളിയെല്ലാം ഇട്ടിട്ടുണ്ട്. ഒന്നും കൂടെ തിളച്ച് വന്ന് എല്ലാം അങ്ങനെ നമ്മളെ സാമ്പാർ ഇതാ എല്ലാം അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. നല്ല കൊഴുപ്പ് തന്നെ കേട്ടോ. നല്ല തേങ്ങ അരച്ചിട്ടില്ലെങ്കിലും നല്ല കൊഴുപ്പില്ല. പൊടികളും എല്ലാം ഇട്ട് ഞാൻ വറവും കഴിച്ചിട്ടു കേട്ടോ. അതൊന്നും കാണിക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ എല്ലാം ഇതാ സാമ്പാറിന് വറുത്തിട്ടു. ഇനിയിപ്പം ഉച്ചക്ക് ചോറിനാനാന്ന് നോക്കുന്നത്. അപ്പോൾ നമ്മളെ ബീട്രൂട്ട് ഉപ്പേരിയും സാമ്പാറും നമ്മളെ നത്തൽ മീനില്ലേ അതുമാണ് ഇന്ന് ചോറിന് കറി. അപ്പോൾ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.